ദോഹയിൽ നടന്ന ഏറ്റവും പുതിയ ചർച്ചയ്ക്കൊടുവിൽ അമേരിക്ക അവതരിപ്പിച്ച ബ്രിഡ്ജിംഗ് പ്രപ്പോസൽ ഹമാസ് നിരസിച്ചതോടെ ഗാസ മുനമ്പിലെ യുദ്ധം ഉടൻ അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. അതേസമയം ഗാസ വെടിനിർത്തൽ പദ്ധതിക്ക് ഇസ്രായേൽ പിന്തുണ ബ്ലിങ്കൻ ഉറപ്പാക്കുന്നു. ഇപ്പോൾ ഓൾ ഐസ് ഓൺ ഹമാസ് അങ്ങനെയാണ് സ്ഥിതി. ഗാസ ഉടമ്പടിക്കായുള്ള യുഎസിന്റെ ബ്രിഡ്ജിംഗ് പ്രപ്പോസൽ ഇസ്രായേൽ അംഗീകരിച്ചതായി പ്രധാനമന്ത്രി നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു. എന്നാൽ ഹമാസ് ഇതുവരെ ഈ പ്രപ്പോസൽ സമ്മതിച്ചിട്ടില്ല. വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കിടയിൽ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നാണ് ചുരുക്കം. ഈ വിഷയത്തിൽ തന്റെ നിലപാടിനെ ചൊല്ലി പ്രസിഡന്റ് ബൈഡൻ ഒരു ആഭ്യന്തര സമ്മർദ്ദം നേരിടുന്നുമുണ്ട്. ഒക്ടോബർ 7-ന് യുദ്ധം ആരംഭിച്ച ശേഷം മിഡിൽ ഈസ്റ്റിലേക്കുള്ള തന്റെ 9ാമത്തെ സന്ദർശനത്തിൽ ബ്ലിങ്കൻ താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തിയതായും ബ്രിഡ്ജിംഗ് പ്രപ്പോസൽ എന്ന നിർദ്ദേശത്തിന് ഇസ്രായേലിന്റെ പിന്തുണ ഇസ്രായേൽ നേതാവ് സ്ഥിരീകരിച്ചതായും അറിയിച്ചു. ഖത്തറിൽ നടന്ന ഏറ്റവും പുതിയ ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് ഈ നിർദ്ദേശം അവതരിപ്പിച്ചത്. ഇപ്പോൾ ഹമാസിന്റെ കോർട്ടിലാണ് പന്ത് എന്ന് ചുരുക്കം. ഇനി വാഷിംഗ്ടണിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സമ്മർദ്ദം എന്താണെന്ന് നോക്കാം. US പ്രസിഡന്റ് ജോ ബൈഡൻ സമ്മർദ്ദത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി അതിന്റെ ദേശീയ കൺവെൻഷൻ ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ബ്ലിങ്കന്റെ ഈ കൂടിക്കാഴ്ച. പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളും അതുപോലെ മുസ്ലിം അറബ് അമേരിക്കൻ വോട്ടുകൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുമുള്ള ആശങ്കകളും പ്രധാന സ്വിംഗ് സ്റ്റേറ്റുകളിൽ ഡെമോക്രാറ്റുകൾ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിനെ അമിതമായി പിന്തുണയ്ക്കുന്നതായി ചിലർ കരുതുന്ന സംഘർഷത്തെക്കുറിച്ചുള്ള പ്രസിഡന്റിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ തർക്ക വിഷയം കൂടിയായി മാറിയിരിക്കുകയാണ്. എല്ലാ നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലും സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യവുമാണ്. അക്രമങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതിന്റെ അല്ലെങ്കിൽ കുറയുന്നതിന്റെ സൂചനകളൊന്നും തന്നെയില്ല. ഞായറാഴ്ച അതായത് ഓഗസ്റ്റ് 18 രാത്രി ടെൽ-അവീവിൽ നടന്ന ഒരു ചാവേർ ബോംബാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തു കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു ആക്രമണം നടന്നതും. അതേസമയം ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈനിക ആക്രമണവും തുടരുകയാണ്. തിങ്കളാഴ്ച ആക്രമണങ്ങളിൽ കുറഞ്ഞത് 30 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് വരുന്നത്. മാസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചകൾ പ്രധാന സ്റ്റിക്കിംഗ് പോയിന്റുകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. ഹമാസിനെ ഒരു സൈനിക രാഷ്ട്രീയ സ്ഥാപനം എന്ന നിലയിൽ ശിഥിലമാക്കുന്നതിലൂടെ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നു. നേരെ മറിച്ച് താൽക്കാലിക നടപടികളൊക്കെ നിരസിച്ചുകൊണ്ട് സ്ഥിരമായ വെടിനിർത്തലിന് മാത്രമേ സമ്മതിക്കൂ എന്ന് ഹമാസും തറപ്പിച്ചു പറയുന്നു. ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യം, പ്രത്യേകിച്ച് ഈജിപ്തുമായുള്ള അതിർത്തി, ഈ പ്രദേശത്തിനുള്ളിൽ പലസ്തീനികളുടെ സ്വതന്ത്രമായ സഞ്ചാരം, തടവുകാരെ മാറ്റുന്നതിനുള്ള വ്യവസ്ഥകൾ എന്നിവ പ്രധാന തർക്ക വിഷയങ്ങളിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഇസ്രായേലിനോടുള്ള പക്ഷപാതം കാണിക്കുന്നതായി ഹമാസ് ഉദ്യോഗസ്ഥരും ആരോപിക്കുന്നുണ്ട്. ഇതൊക്കെ വെടിനിർത്തലിന്റെ സാധ്യതകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു.